അപ്പം ഈ വർക്ക്ഷീറ്റിൽ നമ്മൾ ഗ്രാമറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ സെന്റൻസ് എഴുതണം. ഒത്തിരി പേർക്ക് മാർക്ക് പോകുന്ന ഗ്രാമറില്ല. അപ്പൊ ഗ്രാമർ പഠിക്കുമ്പോൾ നോക്ക്, ഷീ ഗോയിങ് ടു സ്കൂൾ എവറി ഡേ. എന്നും പോകുമ്പം ഗോ ഉപയോഗിക്കോ, ഗോസ് ഉപയോഗിക്കോ, ഗോയിങ് ഉപയോഗിക്കോ? ഷീ ഗോ ടു സ്കൂൾ എവറി ഡേ, ഗോയിങ് വരത്തില്ല. ഷീ ഗോയിങ് ടു സ്കൂൾ എവറി ഡേ എന്ന് വരത്തില്ല. ദേ പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ, ഇന്നലെ നടന്ന കാര്യമാണ്. അപ്പൊ അത് ഏത് വരും? ദേ പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ദേ പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ. ദേ പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഐ ആം ഈസ് ആർ റീഡിങ് എ ബുക്ക് നൗ, അത് ഏത് വരും? ഐ ആം റീഡിങ് എ ബുക്ക് നൗ. മനസ്സിലായോ? വി ഈറ്റിംഗ് ലഞ്ച് അറ്റ് 1 PM. വി ഈറ്റ് ലഞ്ച് അറ്റ് 1 PM. ഞങ്ങൾ 1 മണിയാവുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. വി ഏറ്റ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ 1 മണിക്ക് കഴിച്ചു. വി ഈറ്റിംഗ് ലഞ്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലഞ്ച് 1 മണിക്ക് കഴിക്കും. കഴിച്ചോണ്ടിരിക്കുക. ഹി റൈറ്റ്സ് എ ലെറ്റർ ലാസ്റ്റ് നൈറ്റ്. ഹി റോട്ട് എ ലെറ്റർ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ എഴുതി. പാസ്റ്റാ. മനസ്സിലായോ? അത് അങ്ങനെയാണ് എഴുതുന്നത്. ഇത് ചൂസ് ദ കറക്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. 3 ടെൻസ് ഉണ്ട്. അതിനെ പറ്റിയാ പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാറില്ലേ? മാർക്ക് കിട്ടാറുണ്ടോ? ഉണ്ടോ?